കാട്ടാത്തി RSW ഗവൺമെന്റ് LP സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ കോർണർ PTA യോഗം സംഘടിപ്പിച്ചു. സ്കൂളിലെ 2ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ആദിഷ ജെ സന്തോഷിന്റെ ഭവനത്തിൽ വെച്ചാണ് കോർണർ PTA നടന്നത്. കുട്ടികളുടെ കലാപാഠവങ്ങളെ പുറത്തെടുക്കുന്നതിനും അവരുടെ സർഗശേഷികളെ വളർത്തിയെടുക്കുന്നതിനുമാണ് കോർണർ PTA യോഗങ്ങൾ സംഘടിപ്പിക്കുന്നത്. വിവിധ കലാകായിക പരിപാടികൾ സംഘടിപ്പിക്കുക, സ്കൂളും വീടും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുക, രക്ഷിതാക്കളുടെ പൂർണ്ണ പങ്കാളിത്തം ഉറപ്പാക്കുക എന്നിവയെല്ലാം പരിപാടിയുടെ ലക്ഷ്യമാണ്. ക്ലാസ് മുറികളിൽ മാത്രം ഒതുങ്ങിയിരുന്ന PTA മീറ്റിംഗുകൾ കുട്ടികളുടെ വീടുകളിൽ സംഘടിപ്പിക്കുന്നത് വിദ്യാലയത്തെ കൂടുതൽ ജനകീയമാക്കുന്നതിനും അവസരമാവുകയാണ്. വാർഡ് മെമ്പർ രജിത ഹരികുമാർ കോർണർ PTA യോഗം ഉദ്ഘാടനം ചെയ്തു. ആദ്യമായിട്ടാണ് നമ്മളിങ്ങനെ ഒരു കാട്ടാത്തി സ്കൂളിൽ കോർണർ PTA എന്നും പറഞ്ഞ്, അപ്പോൾ ഇങ്ങനെ ടീച്ചർ എന്നോട് പറഞ്ഞപ്പോഴും ഞാൻ ടീച്ചറിനോട് ചോദിച്ചു, എന്താ ടീച്ചറെ, സാധാരണ നമ്മൾ സ്കൂളിലല്ലേ PTA മീറ്റിംഗ് കൂടുന്നത്, ഇതെന്താ വീടുകളിൽ പോയി PTA മീറ്റിംഗ് കൂടുന്നത് എന്ന് ചോദിച്ചപ്പോൾ ടീച്ചർ എന്നോട് പറഞ്ഞ്, നമ്മളുടെ കുട്ടികളുടെ പാഠ്യേതര വിഷയങ്ങൾ, നമ്മളുടെ സ്കൂളിൽ എന്താണ് പ്രവർത്തനം നടക്കുന്നതെന്ന് നമ്മൾ സ്കൂളിൽ കൂടിയാൽ സ്കൂളിലെ പേരൻസും അവിടെ വിടുന്ന കുട്ടികളുടെ മാതാപിതാക്കളും മാത്രമേ എത്തുകയുള്ളൂ. അപ്പം നമ്മൾ ഓരോ ഭാഗത്ത് നമ്മളുടെ നാടിൻ്റെ ഓരോ പ്രദേശത്ത് കൂടി കഴിയുമ്പോൾ അവിടെയുള്ള ജനങ്ങൾക്കും കൂടി നമ്മുടെ സ്കൂളിൽ എന്താണ് നടക്കുന്നത്, എങ്ങനെയാണ് നമ്മുടെ സ്കൂളിലെ കുട്ടികളെ അവരുടെ പാഠ്യേതര വിഷയത്തിൽ അവരുടെ പ്രാഗൽഭ്യം എന്താണെന്ന് മറ്റുള്ളവരെ കൂടെ അറിയിച്ചുകൊണ്ട് നമ്മളുടെ സ്കൂളിലേക്ക് കൂടുതൽ കുട്ടികളെ വിടുവാനുള്ള ഒരു പ്രചോദനം മറ്റുള്ളവർക്കും കൂടെ ഉണ്ടാകണം എന്നുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ PTA മീറ്റിംഗ് കോർണർ PTA ആയിട്ട് കൂടുന്നത് എന്നാണ് ടീച്ചർ എന്നോട് പറഞ്ഞത്. PTA പ്രസിഡന്റ് ബിജു CK അധ്യക്ഷനായിരുന്നു. ഏറ്റുമാനൂർ AEO സൈജ P ഗോപാൽ മുഖ്യാതിഥിയായിരുന്നു. സ്കൂൾ ലീഡർ ആദിലക്ഷ്മി R, ചെയർമാൻ ഷാജി പല്ലാട്ട്, കുമാരി ആദിഷ ജെ സന്തോഷ് എന്നിവർ പ്രസംഗിച്ചു. കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ജിൻസി ജെയിംസ് ബോധവൽക്കരണ ക്ലാസ് എടുത്തു. സ്കൂൾ പ്രഥമാധ്യാപിക മേഴ്സി K ജോൺ, അധ്യാപകരായ അനില S, ടീന S തമ്പി, സുബി C ജോൺ, സോളി ഷാജി, ജെസ്സി ഷാജി, PTA MPT അംഗങ്ങൾ, പ്രദേശവാസികൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. കുട്ടികളുടെ പാഠ്യേതര മികവുകളുടെ പ്രദർശനവും നടന്നു.